ആശാരിപ്പണി പണ്ടേ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതൊരു എൻജിനീയറിംഗ് ആണല്ലോ. ഇത് നമ്മൾ ആദ്യത്തെ ആ വലിയ മരം വെച്ചിട്ട് പിന്നെ ക്രോസ് ആക്കിയിട്ട് അതിൻ്റെ ഫ്രെയിം വെക്കും, പിന്നെ ഫുള്ള് മരങ്ങൾ വെക്കും. എന്നിട്ട് അതിൻ്റെ ഗ്യാപ്പ് വരുന്നതിനനുസരിച്ച് വേറെ മരങ്ങൾ ചെത്തി ഉണ്ടാക്കിയിട്ട് ആ ഗ്യാപ്പ് ഫില്ലാക്കും. ഒരു ഉണ്ടാക്കുമ്പോൾ മരത്തിൻ്റെ അടിയിൽ കൂടെ വെള്ളം കയറാതിരിക്കാനും ആണിൻ്റെ ഗ്യാപ്പിൽ കൂടെ വെള്ളം കയറാതിരിക്കാനും ഇവർ ഒരു രഹസ്യം സൂക്ഷിക്കുന്നുണ്ട്. ഈ പഞ്ഞിണ്ടല്ലോ അത് എണ്ണയെ കൂട്ടിയിട്ട് അടിക്കും, കൽപ്പാത്ത് എന്ന് പറയും. അത് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഈ ആണിൻ്റെ ചുറ്റും നോക്കിയാൽ കാണാൻ പറ്റും ഒരു ചെറിയൊരു പഞ്ഞി കഷ്ണം പോലെ. അത് എണ്ണയിൽ മുക്കിയിട്ട് പരുത്തിയിൽ മുക്കിയിട്ട് അത് അടിക്കും അത്ര. അങ്ങനെയാണ് വെള്ളം കയറാതിരിക്കുക. പിന്നെ ഉരുവിൻ്റെ മുകളിൽ കയറി നോക്കിയപ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മരങ്ങൾ കണ്ടു. അപ്പോൾ അവിടുത്തെ സ്ട്രോങ് ആയിട്ടുള്ള മരങ്ങൾ വെക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ കടലിൽ കൂടെ ഇവർ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ശക്തിയായിട്ട് തിരമാല അടിക്കുന്ന ഏരിയ ആ മുമ്പിലായിരിക്കും. അതേപോലെ തന്നെ ഏതെങ്കിലും വേറെ കപ്പലുമായിട്ടോ ബോട്ടുമായിട്ടൊക്കെ ഇടിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് ഫ്രണ്ടിലായിരിക്കും ഇവർ അധികം. അപ്പോൾ അതിനെ പ്രതിരോധിക്കാനാണ് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള മരങ്ങൾ വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നങ്കൂരം വിടുന്നത് മിക്കവാറും ഈ ഒരു ഏരിയയിലായിരിക്കും. അപ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കാനാണ് ഇവിടെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള മരങ്ങൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഉരുണ്ടാക്കുമ്പോൾ ഇവർ ശ്രദ്ധിക്കുന്ന ആചാരങ്ങൾ, അതുപോലെ തന്നെ ഇതിൻ്റെ പാരമ്പര്യം, അതുപോലെ തന്നെ ഇതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ ആവശ്യമുള്ള ചിലവ്, ഇതിനെക്കുറിച്ചൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. ബൈ ബൈ.